എൻ്റെ ഓരോ ദിവസം ഒന്നോ രണ്ടോ അല്ല 10 to 15 അലാമിലാണ് ഡിപ്പെൻഡ് ചെയ്യണത്. ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. സോ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണതാണ് എൻ്റെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഈവനിങ് ടു നൈറ്റ് റൂട്ടീൻ. ആക്ച്വലി ഈവനിങ് അല്ല, ഇതൊരു മിഡ് നൂൺ മുതൽ തന്നെ ഉള്ള റൂട്ടീനാണ് എൻ്റെ. ബിക്കോസ് മോർണിംഗ് റൂട്ടീൻ്റെ വീഡിയോനകത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 to 3 മാസം കൂടുമ്പോൾ എനിക്ക് എൻ്റെ റൂട്ടീൻ ചേഞ്ച് ചെയ്യണതാണ് ഇഷ്ടം. സോ ദാറ്റ് എനിക്ക് എൻ്റെ ലൈഫ് നന്നായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ. ഇപ്പോൾ 1.5 മാസമായിട്ട് എൻ്റെ ഇതേ സെയിം റൂട്ടീനാണ്. സോ ഞാൻ ഇവിടെ നിങ്ങളോട് ഷെയർ ചെയ്യണോ. സത്യം പറഞ്ഞാൽ 2:15 അലാം അടിക്കണത് വെറുതെയാണ്. ഞാൻ ആ സമയത്തല്ല റെഡി ആവണത്, പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യും. പ്രോക്കാസ്റ്റിനേഷൻ അല്ല ആക്ച്വലി, ആ സമയത്ത് ഞാൻ എഡിറ്റിംഗ് ഒക്കെ ചെയ്യണ സമയമായിരിക്കും. അപ്പോൾ ഈ മുന്നേ തന്നെ ഞാൻ അലാം വെക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്രാവശ്യം 15 മിനിറ്റിൻ്റെ സ്നൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പോയാലും ഞാൻ എണീക്കും, എൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ നടക്കും. അങ്ങനെ വന്ന ഉടനെ തന്നെ എനിക്കൊരു കൊട്ട നിറച്ച് ജിം ഔട്ട്ഫിറ്റ്സ് ഉണ്ട്. ഇപ്പം മേടിച്ച ഒന്നുമല്ല, ഈ കാലാകാലമായിട്ടുള്ളതാണ്. അതിൽ ഞാൻ ഓരോരോ ദിവസം അനുസരിച്ചുള്ള കളറായിട്ടുള്ള ഔട്ട്ഫിറ്റ് സെലക്ട് ചെയ്യും. ലൈക്ക് മൺഡേ ആണെങ്കിൽ നമ്മൾ വൈറ്റ്, ട്യൂസ്ഡേ ആണെങ്കിൽ റെഡ് ആൻഡ് വെൻസ്ഡേ ആണെങ്കിൽ ഗ്രീൻ, സോ ഓൺ ആൻഡ് സോ ഫോർ. തുണികൾ കൊട്ടയിൽ മടക്കെടുത്ത് വെക്കണമെന്ന് മമ്മി കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ പോയാലും അത് വീണ്ടും കുഴയും. അപ്പം ഞാൻ കുഴച്ച് മടുത്തു മമ്മി പറഞ്ഞു മടുത്തു. ഈ മസ്കി ഫ്രേഗ്രൻസ് ആയിട്ടുള്ള ഡിയോഡ്രന്റ് ബാം ഇല്ലേ, ജിമ്മിന് വേണ്ടി സ്പെഷ്യലി ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. ഈ വൈറ്റ് ടീഷർട്ടിന്റെ കൂടെ എനിക്ക് ആദ്യം ബ്ലാക്ക് കളറിന്റെ കാർഗോ പാൻസ് ആയിരുന്നു ഇഷ്ടം. പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര ക്രേസ് ആണ് ഈ ഒരു ഗ്രേ കളറിന്റെ ജോഗർ പാൻസ് ആണ് ഞാൻ സ്റ്റൈൽ ചെയ്യാനായിട്ട്. ഈ കളർ ഇതിന്റെ ഒപ്പം പ്രത്യേക കൂൾ ലുക്കാ ഗൈസ്. ഒരു 5-6 സ്പോർട്സ് ബ്രാൻഡ് എനിക്ക് ആകെ ഒരു മര്യാദക്കായിട്ട് തോന്നുന്ന ഒരു സ്പോർട്സ് ബ്രാൻഡ് ഇത് കുറച്ച് കംഫർട്ടബിൾ ആണ്, പ്ലസ് നല്ല സപ്പോർട്ടാണ് തന്നത്. ഇതിന്റെ ഇടിവെട്ട് കളർ ഒഴികെ ഇത് നല്ലതാണ്. ഓക്കെ, അപ്പൊ ജിമ്മിന് പോകുമ്പോൾ ഭയങ്കര സ്കിൻ കെയർ ഞാൻ ചെയ്യാറില്ല. പക്ഷേ സൺസ്ക്രീൻ എന്തായാലും അപ്ലൈ ചെയ്യാറുണ്ട്. കാരണം ഞാൻ പോണ നേരത്ത് നല്ല വെയിൽ ഉണ്ടാകാറുണ്ട്. ഇപ്പം ഇച്ചിരി കുറവാണെങ്കിൽ പോലും, വെയിൽ കണ്ടില്ലെങ്കിൽ പോലും ഗൈസ് നമ്മൾ പറ്റിക്കപ്പെടാൻ പാടില്ല. കാർമേഘങ്ങൾ നമ്മളെ പറ്റിക്കും, പക്ഷെ അതിൽ കൂടെ തുളച്ച് കയറി UV റേസ് നമ്മുടെ സ്കിന്നെ അറ്റാക്ക് ചെയ്യണതാണ്. ആൻഡ് സൺസ്ക്രീൻ എന്തായാലും ഞാൻ അല്ലെങ്കിലും അപ്ലൈ ചെയ്യും. കാരണം എല്ലാം രാത്രി ഞാൻ എൻ്റെ ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെന്റേഷൻ്റെ മാറ്റാനായിട്ടുള്ള സിറം യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം സംഭവം എന്താണെന്നുള്ളത്. ഓക്കെ, ഇതായിരുന്നു എൻ്റെ സ്കിൻ ജസ്റ്റ് ഒരു മാസം മുന്നത്തെ അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ആക്നെ വന്നതിന് ശേഷം സ്പോട്സ് മാറുന്ന കാര്യം ഞാൻ പറയണ്ടല്ലോ എത്ര ബുദ്ധിമുട്ടാന്നുള്ളത്. പക്ഷെ ഇപ്പോൾ അതേ നന്നായിട്ട് എൻ്റെ സ്പോട്സ് മാറിയിട്ടുണ്ട്. ബിക്കോസ് എല്ലാം രാത്രി ഞാൻ അപ്ലൈ ചെയ്യുന്നതാണ് ഈ ഒരു ഡെർമക്കോന്റെ ട്രാൻസലൈക് പിഗ്മെന്റേഷൻ കറക്റ്റർ സിറം. 3% ട്രാൻസമിക് ആസിഡ് ആൻഡ് 10% അസലിക് ആസിഡ് പോലത്തെ 2 ആക്റ്റീവ്സിന്റെ പവർ അടങ്ങിയിട്ടുള്ള ഈ ഒരു സിറം വളരെ എഫക്റ്റീവ് ആണ്. ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ അതിനെ മാറ്റാനായിട്ട്, പ്ലസ് മെലാസ്മ ആൻഡ് ആക്നെ മാർക്സ് ഉണ്ടെങ്കിൽ പൊള്ളിയായിട്ട് ബേസിക്കലി സ്കിന്നെ നന്നായിട്ട് ബ്രൈറ്റൻ ആക്കണം, സ്കിന്നെ നല്ല ക്ലിയർ, സ്മൂത്തർ ആൻഡ് ഈവൻ ടോൺ ആക്കണം. ആസ് യു ഗൈസ് ക്യാൻ സീ, നിങ്ങൾ എന്തായാലും ഈ ഒരു സിറം ട്രൈ ചെയ്ത് നോക്കുക. ട്രസ്റ്റ് മീ ഗൈസ്, ഒരാഴ്ചയും കൊണ്ട് സ്കിൻ എത്രമാത്രം റേഡിയൻറ്റ് ആൻഡ് ഗ്ലോയിങ് ആൻഡ് ക്ലിയർ ആവാൻ പോകണമെന്നുള്ളത് നിങ്ങൾ സ്വയം യൂസ് ചെയ്യൂ എന്നിട്ട് പറയൂ. ഞാൻ അതിന് ടോണർ അപ്ലൈ ചെയ്തു, എന്നിട്ട് സീറം അപ്ലൈ ചെയ്തു. ഇവിടെ ലിപ്സും എന്തെന്ന് അപ്ലൈ ചെയ്യണമെന്നുള്ളത് ലെറ്റ് മി നോ ഇൻ ദ കമന്റ്സ്. മെഡിക്കൽ ഷോപ്പിലാണ് കിട്ടുന്നത്, ഇതിന്റെ അപ്പുറം ഹിന്റ് ഞാൻ തരൂല. എന്നിട്ട് ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് അവിടെ മോയ്സ്ചർ ലോക്ക് ചെയ്തു. അല്ലെങ്കിൽ തന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. പക്ഷേ ഇതുപോലത്തെ ആക്റ്റീവ്സ് യൂസ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഡേ എന്തായാലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ ഒരു നേരമെങ്കിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ റീ ആപ്ലിക്കേഷൻ എൻ്റെ മക്കൾ ചെയ്യില്ല എന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം. ഡോണ്ട് വറി, നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നെ പോലെ തന്നെ ഈ ഒരു 1% ഹൈഡ്രോണിക് ലോങ് ലാസ്റ്റിംഗ് സൺസ്ക്രീൻ. SPF 50 PA 4 times പ്ലസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു സൺസ്ക്രീൻ UVA UVB നിന്ന് നമ്മുടെ സ്കിന്നിന് ബ്രോഡ് സ്പെക്ട്രം പ്രൊട്ടക്ഷൻ തരുന്നതാണ്. അതും 6 മണിക്കൂർ വരെ. പ്ലസ് പോയിന്റ് വാട്ടർ റെസിസ്റ്റന്റ് ആൻഡ് സ്വെറ്റ് റെസിസ്റ്റന്റ് ആണ്. ആൻഡ് അതിലും വലിയ പ്ലസ് പോയിന്റ് ഇതൊട്ടുമേ വൈറ്റ് കാസ്റ്റ് തരില്ല. ഡെമോക്കോന്റെ എല്ലാ പ്രൊഡക്ട്സ് ഫ്രേഗ്രൻസ് ഫ്രീ ആയിട്ടുള്ളതാണ്. ആൻഡ് നമ്മൾ അവരുടെ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ അവർ നമ്മുടെ ഓർഡർ ഒരു ചൈൽഡിലേക്ക് ലിങ്ക് ചെയ്യേണ്ടതാണ്. ആൻഡ് ഭൂമി ഫൗണ്ടേഷന്റെ കൂടെ ചേർത്തും കൊണ്ട് അവർ ഓൾറെഡി 20,000 പ്ലസ് സ്റ്റുഡൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട ഈ പ്രൊഡക്ട്സ് നിങ്ങൾ മേടിക്കുമ്പോൾ എൻ്റെ കൂപ്പൺ കോഡ് MEGA2024 അടിക്കുമ്പോൾ 20% ഓഫ് കിട്ടാൻ പോകുന്നതാണ്. പോരാ ഡെമോക്കോന്റെ എല്ലാ പ്രൊഡക്ട്സ്, ഡെമോക്കോന്റെ ആപ്പ്, ഡെമോക്കോന്റെ വെബ്സൈറ്റ്, ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പർപ്പിളും അവൈലബിൾ ആണ്. സോ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ, എന്തായാലും ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഞാൻ ഇവിടെ എൻ്റെ ഹെയർ സ്റ്റൈൽ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഈ മുടിയാണ് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് കെട്ടണത്. കാരണം പോണി ഇപ്പം ഞാൻ കെട്ടാറില്ല, എനിക്ക് എൻ്റെ മുടി ബാക്കി വേണം. ആൻഡ് തൂത്തു ടച്ചൂട്, അതുകൊണ്ട് എൻ്റെ മുടി ഇപ്പം നല്ലൊരു അവസ്ഥയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതിനുശേഷം ഞാൻ സൺസ്ക്രീൻ മുഖത്ത് മാത്രം അപ്ലൈ ചെയ്താൽ പോലെ അല്ല, അതുകൊണ്ട് ഞാൻ കൈമേയും കാലുമേയും എക്സ്പോസ്ഡ് ആയിട്ടുള്ള പാർട്സും ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ബോഡി കെയർ എന്നുള്ള കാര്യത്തിൽ എപ്പോഴും ഞാൻ കുറച്ച് പുറകോട്ടാവാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ നല്ലോണം ബോഡി കെയർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഫേസും ബോഡിയും തമ്മിൽ കുറച്ച് ബന്ധങ്ങളുണ്ടെന്നായിട്ട് കാണാൻ പറ്റും. ഈ വെനില ഫ്രേഗ്രൻസ് ഒടുക്കത്തെ ഫേവറേറ്റ് ആണ് ഇപ്പോഴത്തെ എൻ്റെ. പാക്കേജിങ് കാരണം മേടിച്ചതാണ്, വെനില ഫ്രേഗ്രൻസ് ആണെന്നുള്ളത് പിന്നീടാണ് അറിഞ്ഞത്. വെള്ളം കൂടി ഇപ്പം മോൾക്ക് അത്യാവശ്യം കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ 1 ലിറ്ററിൻ്റെ ജംബോ ബോട്ടിലായിട്ട് ജിമ്മിൽ പോണേ. ജിമ്മിൽ എനിക്ക് ഒടുക്കത്ത ദാഹം എന്ന് പറഞ്ഞാൽ ഒടുക്കത്ത ദാഹമാണ്. ആൻഡ് ഞാൻ മേക്ക് ഷുവർ ചെയ്യും ജിമ്മിൽ ഇറങ്ങുമ്പോൾ ഈ ബോട്ടിലിൻ്റെ ഒരു ഡ്രോപ്പ് പോലും വെള്ളം ബാക്കി വരരുത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബാഗാണ് ഞാൻ ജിമ്മിന് പോകുമ്പോൾ കൊണ്ടുപോകാറ്. ഇപ്പോൾ ബോട്ടിൽ വെച്ചു, എക്സ്ട്രാ ടീഷർട്ട് വെച്ചു, ടോവൽ വെച്ചു. ആൻഡ് ഈ ഒരു ഇയർബഡ്സ് ആണ് ഇപ്പം ഞാൻ ജിമ്മിന് പോകുമ്പോൾ മാത്രം യൂസ് ചെയ്യാറ്. ബിക്കോസ് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. എന്നാൽ പോലും ഇത് സാംസങ്ങിൻ്റെ ആയതുകൊണ്ട് എൻ്റെ ഐഫോണിനകത്ത് അത്രയും യോജിച്ച് പോകാറില്ല. പക്ഷേ എൻ്റെ അടുത്തുള്ള ഇയർഫോൺസിൽ ഇത് ബെസ്റ്റ് നോയിസ് ക്യാൻസലേഷൻ തരുന്നുണ്ട്. ബട്ട് ടു ബി ഓണസ്റ്റ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് നെക്ക് ബാൻഡ്സ് ആണ്. പക്ഷേ നെക്ക് ബാൻഡ്സിൽ മര്യാദയ്ക്ക് നോയിസ് ക്യാൻസലേഷൻ ഉള്ളത് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ പ്ലീസ് ലെറ്റ് മി നോ ഇൻ ദ കമന്റ്സ്. ഇപ്പോൾ ഈ ഒരു നെക്ക് ബാൻഡ് എന്തിനാ ഇട്ടേക്കണമെന്ന് ചോദിച്ചു
കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്നൊക്കെ ഇറങ്ങി താഴത്ത് പോയി വണ്ടിയൊക്കെ തുടച്ചെടുക്കുമ്പോഴത്തേക്കും ഞാൻ ഒരു പ്രാവശ്യം ഹനുമാൻ ചാലീസ കേട്ട് തീർക്കാറുണ്ട്. എന്നും ഞാൻ പോകുമ്പോൾ ഹനുമാൻ ചാലീസ ഒരു പ്രാവശ്യം കേൾക്കാറുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഒരു സാധനം പാക്ക് ചെയ്യാൻ മറന്നു. അതാണ് മമ്മി ഉണ്ടാക്കിയേക്കണേ ഈ ഒരു പ്രോട്ടീൻ ലഡ്ഡു. ബിക്കോസ് ലഞ്ചൊക്കെ കഴിഞ്ഞ് പ്രീ വർക്കൗട്ട് ഒന്നും എടുക്കാണ്ടാണ് ഞാൻ ജിമ്മിന് പോണത്. ഞാൻ വർക്കൗട്ട് കഴിയുമ്പോഴത്തേക്കും വിശന്ന് പ്രാണം കത്തി എൻ്റെ കുടല് കയറി. അപ്പോൾ ആ സമയത്ത് ഈ ഒരു സംഭവമാണ് ഞാൻ രക്ഷിക്കാൻ. അഹമ്മദാബാദിന്റെ പൊല്യൂഷന്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ. യെസ്, കമ്പാരിറ്റീവ്ലി നോർമലാണ്, എന്നാൽ പോലും നമ്മൾ റിസ്ക് എടുക്കൂല. ഞാനിവിടെ മുഖം കെട്ടിയിട്ട് തന്നെയാണ് പോകാറ്. ഒരു കൊല്ലത്തിനെക്കാട്ട് കൂടുതലായി ഞാൻ ഈ ഒരു ഷാൾ യൂസ് ചെയ്യണം. ആൻഡ് വർക്കൗട്ട് ഞാൻ റെഗുലർലി ചെയ്യുന്ന ആളാണ്. എന്നും കെട്ടിപ്പോകാറുണ്ട്, ആഴ്ചയിൽ 2 തവണ കഴുകാറുണ്ട്. ടച്ച് വുഡ്, ഇതുവരെ ഈ ഷാളിനൊന്നും പറ്റിയിട്ടില്ല. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ്. മിന്ത്രേന്ന് ഏതോ ഒരു കാലത്ത് ഞാൻ മേടിച്ചതായിരുന്നു. ആൻഡ് ഇവിടെ ഞാൻ എൻ്റെ സ്പെക്സ് വെച്ചു, ബാഗ് തൂക്കി ഞാൻ പോകുകയാണ്. അതിന് മുമ്പ് എനിക്ക് ഓർമ്മ വന്നത് അഹമ്മദാബാദിൻ്റെ മഴയ്ക്ക് മതളക്കാണ്. ഏത് നേരം വേണമെങ്കിലും ഞാൻ പറ്റിക്കപ്പെടാം. ബിക്കോസ് ഞാൻ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട്. അപ്പോൾ ഈ ഒരു ബാഗിൽ ഞാൻ എൻ്റെ റെയിൻ കോട്ടാണ്. ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ദൈവത്തിനെ നോക്കി ഒന്ന് തൊഴുവാറുണ്ട്. കാരണം നമ്മുടെ വീട്ടിലെ ദൈവങ്ങളെ നമ്മൾ പൂജിക്കുമ്പോൾ അവർ നമ്മുടെ ഫാമിലി മെമ്പറായിട്ട് മാറുന്നതാണ്. അപ്പോൾ അവരെ നമ്മൾ എന്തായാലും അറിയിക്കണം, ഇന്നടുത്ത് പോയിട്ട് വരാം എന്നുള്ളത്. ബിക്കോസ് അവർ നമ്മളെ കാത്തിരിക്കണതാണ്. ഞാൻ എവിടെ പോയാലും നമ്മളെ അവർ രക്ഷിക്കണതാണ്. എച്ച് ചെരുപ്പിൻ്റെ അവസ്ഥ കാര്യമൊക്കെ നിങ്ങളെ കാണിക്കാൻ തന്നെ ഇപ്പോൾ തുടച്ചു തന്നെ, അല്ലെങ്കിൽ ഞാൻ അത്രയും പോലും തുടക്കാറില്ല. ഞാൻ എൻ്റെ ഷൂ ബാഗ് കൂടെ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം ശരി, നമുക്ക് പോലാം. ബൈ ദ ബൈ, എൻ്റെ വണ്ടി ഞാൻ പാർക്ക് ചെയ്തേക്കണം എല്ലാവരുടെയും പാർക്കിങ്ങിലാണ്. കാരണം എൻ്റെ പാർക്കിങ്ങിൽ ആരും കണ്ടു പാർക്ക് ചെയ്ത് വച്ചേക്കണാണ്. ആൻഡ് താങ്ക് ഗോഡ് ഞാൻ പാർക്ക് ചെയ്തേക്കണ ആ പാർക്കിംഗ് സ്ലോട്ടിൻ്റെ ഓണർ നമ്മൾ അറിയണതാണ്. അതുകൊണ്ട് അവർക്ക് ഒരു സ്കൂട്ടിയേ ഉള്ളൂ. ആൻഡ് എനിക്ക് ധാരാളം സ്ഥലമുണ്ട്. എന്താണെന്നറിയോടെ, എൻ്റെ സൊസൈറ്റിക്കാർക്ക് പ്രത്യേക ഓബ്സെഷനാണ്. എല്ലാവരും പലവരുടെയും പാർക്കിങ്ങിലാണ് കൊണ്ട് പാർക്ക് ചെയ്യണം. എൻ്റെ വണ്ടി തന്നെ ഇന്ന് ഷോക്കായിട്ടുണ്ടാവും. കാരണം അതിനറിഞ്ഞില്ലല്ലോ നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഈ തുടക്കലും പിടിക്കുന്നുള്ളത്. ലെറ്റ് മി ഇൻട്രൊഡ്യൂസ് യു, ദിസ് ഇസ് റെമോ. എൻ്റെ വണ്ടി ഞാൻ പണ്ടേ ആഗ്രഹിച്ച കാര്യമായിരുന്നു. എനിക്ക് എന്തെങ്കിലും വണ്ടി ഉണ്ടായി അതിൻ്റെ പേര് ഞാൻ വയ്ക്കും റെമോ. സോ ജിമ്മിൽ വന്ന ഉടനെ തന്നെ ചേഞ്ചിങ് റൂമിലേക്ക് പോയിട്ട് ഞാൻ ഇയർഫോൺസ് ചേഞ്ച് ചെയ്ത് ഇയർബഡ്സ് ഇട്ടിട്ട് ഇവിടെ ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് എൻ്റെ ബോട്ടിലും ടോവലായിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകും. ഇന്നായിരുന്നു അപ്പർ ബോഡി വർക്കൗട്ട്. ആൻഡ് എൻ്റെ ഇല്ലാത്ത ബൈസെപ്സ് ഞാൻ ഇവിടെ നിങ്ങളെ കാണിച്ച് ഫ്ലെക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് വാമപ്പൊക്കെ ചെയ്ത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് ഞാൻ അത്യാവശ്യം ട്രെഡ്മില്ലിൽ വോക്കും ചെയ്തു. ഇപ്പം നല്ല ഫീൽ വരുന്നുണ്ട്. ആൻഡ് ഇവിടെ ഞാൻ എൻ്റെ ടീഷർട്ട് ചേഞ്ച് ചെയ്തു. കാരണം ഇത് ചേഞ്ച് ചെയ്യാണ്ട് അതേ വേർപ്പ് നാറ്റമുള്ള ടീഷർട്ട് ഇട്ട് ഞാൻ പോണ വഴിക്കുള്ള സകല ട്രാഫിക്കും ബോധം കടന്നതാണ്. വെരി വിയർഡ്. പക്ഷേ ഈ ഒരു ജിമ്മിൽ ഞാൻ ഇതുവരെ ഒരു ഹാൻഡ് വാഷ് കണ്ടിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ആരെങ്കിലും കട്ടുകൊണ്ട് പോകണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബിക്കോസ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ചെയ്യാറ്. പക്ഷെ അന്ന് ഞാൻ മറന്നുപോയി. താങ്ക്ഫുള്ളി എൻ്റെ അടുത്ത് സാനിറ്റൈസർ ഉണ്ടായിരുന്നത്. നന്നായിട്ട് പൂശി ഹാൻഡ്സ് ഒക്കെ സാനിറ്റൈസ് ചെയ്തു. ബിക്കോസ് നമുക്ക് ഈ ലഡ്ഡു മെഴുകേണ്ടതാണ്. ജിമ്മിൽ നിന്ന് എൻ്റെ വീട് അത്യാവശ്യം ദൂരെയാണ്. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്ക് എനിക്ക് സഹിക്കാൻ കളി ഉണ്ടാവില്ല. പോരാണ്ട് അപ്പർ ബോഡി വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ വളരെ ലോങ് ആവാ ചെയ്യുക. അത്യാവശ്യം വർക്കൗട്ട് ഉണ്ടാവും. അപ്പോൾ പ്രാണം കത്തിരിക്കുന്ന അവസ്ഥയിൽ ഇതേ ഒരു ആശ്വാസമുള്ളൂ. അത്യാവശ്യം ബോഡി മിസ്റ്റ് പൂശി. ആൻഡ് വർക്കൗട്ടിന് ശേഷം വായിൻ്റെ അവസ്ഥ ഞാൻ പറയണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് 1 to 2 സ്പ്രേ മൗത്ത് ഫ്രഷ്നർ പൂശി. തിരിച്ചു പോകുമ്പോൾ വെയിൽ അത്ര ഉണ്ടാവാറില്ല. എന്നാൽ പോലും ഞാൻ ഈ ഒരു ഷാൾ ചുറ്റി വെക്കാറുണ്ട്. മഴ എങ്ങാനും പൊടിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തലയിൽ ഇടാലോ. കാരണം വീട്ടിൽ പോയി അല്ലെങ്കിൽ ഞാൻ തന്നെ കിടപ്പാവണം. അപ്പോൾ ഷൂ മാറ്റി ഇവിടെ ഞാൻ ചെരുപ്പിട്ട്. സോ നൗ ലെറ്റ്സ് ഗോ ബാക്ക് ടു ഹോം. ഈ ഒരു സമയം കണ്ട എല്ലാവരും പറയുമോ വൈകുന്നേര സമയമാണെന്നുള്ളത്. ആ ഇരുണ്ട കാലാവസ്ഥ നോക്കിയേ. ബൈദബി നിങ്ങൾക്കറിയാമോ, ഞാൻ വലിയ കാര്യം റെയിൻകോട്ടൊക്കെ ആയിട്ട് വന്നു. ഡിക്കില്ലാതെ ഇപ്പോഴും ഇരിപ്പുണ്ട്. പക്ഷേ മഴ പൊടിഞ്ഞ് എത്തി ഞാൻ വീട്ടിൽ വേഗം എത്തുമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഗൈസ് ഞാൻ മുഴുവൻ നനഞ്ഞ്. ബാക്കി നമുക്ക് മമ്മിയെ കണ്ടറിയാം. താങ്ക് ഗോഡ് വീട്ടിൽ കയറിയപ്പോൾ തന്നെ മമ്മി ഓൾറെഡി TV-യിൽ ഭയങ്കര ബിസി ആയിട്ടിരിക്കുകയായിരുന്നു. എന്നെ ശ്രദ്ധിക്കാൻ പോലും മമ്മിക്ക് സമയമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മളെന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. ആൻഡ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നോ വന്ന ഉടനെ തന്നെ കുളിക്കാൻ പോകണം നല്ല കുട്ടിയല്ല ഞാൻ. 5 to 10 മിനിറ്റ് എങ്കിലും ഞാൻ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് സ്ക്രോൾ ചെയ്തിരിക്കാറുണ്ട്. അപ്പോഴത്തേക്ക് എൻ്റെ ബോഡി ഹീറ്റ് ആയിട്ടിരിക്കുന്നത് നന്നായിട്ട് കൂളാവും. എന്നിട്ട് ഞാൻ എൻ്റെ ഉണ്ടാക്കിയ ഹെയർ സ്റ്റൈൽ വീണ്ടും അടിച്ച് തലയ്ക്ക് കുറച്ച് ആശ്വാസം നൽകിയിട്ട് തുമ്പത്തേക്ക് ലൈറ്റ് വെയ്റ്റ് ഓയിൽ കുറച്ചെടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കും. കാരണം വന്ന വഴിക്ക് ഞാൻ ഒട്ടുമേ മുടിയെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്ന മോയ്സ്ചറൊക്കെ അറ്റ്മോസ്ഫിയർ വലിച്ചെടുത്തിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഞാൻ മോയ്സ്ചറൈസ് ചെയ്യും എൻ്റെ ഹെയറിനെ. സോ യെസ്, അപ്പോൾ ഇതുപോലെ തിരുമ്മി ഞാൻ മുടിയെടുത്തൊന്ന് കെട്ടിവെക്കും. എന്നിട്ട് നമുക്ക് കുളിസാൻ പോകാം. ഓർമ്മയുണ്ടോ ഈ കൂറ ടീഷർട്ട് ആൻഡ് ടോപ്പ്? യെസ്, അതിനെയും കഴുകാൻ ഇടണം. അല്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ബാഗ് എടുക്കേണ്ട അവസ്ഥ ഉണ്ടാകില്ല. ചിലപ്പോഴൊക്കെ ഞാൻ അതും മറക്കാറുണ്ട്. അപ്പോൾ ആ കൂറ തുണികൾ ഒരു ദിവസം മുഴുവൻ ഇരിക്കുമ്പോൾ പിറ്റേ ദിവസം എനിക്ക് ബാഗ് തന്നെ കഴുകേണ്ട അവസ്ഥ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഷവർ റൂട്ടീനിൽ ആദ്യം തന്നെ ഞാൻ ഒന്നല്ലെങ്കിൽ വല്ല ജെന്റൽ ക്ലെൻസറോ അല്ലെങ്കിൽ ചില സമയത്തൊക്കെ ഞാൻ മൈസലർ വാട്ടർ വെച്ചിട്ട് തന്നെ ആദ്യം ക്ലീൻ ചെയ്യും. എന്നിട്ടായിരിക്കട്ടെ ഫേസ്
വാഷ് യൂസ് ചെയ്യുക. പക്ഷേ ഇന്ന് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം മഴയിൽ കുതിർന്നാൽ ഞാൻ വന്നേക്കണം. അപ്പോൾ മഴ വെച്ചിട്ട് തന്നെ എൻ്റെ ഫേസ് അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ട്. ബൈ ദ വേ ഇപ്പം ഞാൻ ഇവിടെ യൂസ് ചെയ്യണം, നിങ്ങൾക്ക് അറിയാം എന്തെന്നാണെന്ന്. ചാണകം ആൻഡ് ഗോമൂത്രം അടങ്ങിയിട്ടുള്ള ഈ ഒരു ഫേസ് വാഷ്, ഇതിനെക്കുറിച്ച് ഞാൻ വേഗം തന്നെ പറയണതാണ് കേട്ടോ. ആൻഡ് ദെൻ ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു വാട്ടർമെലൺ ബോഡി വാഷ് യൂസ് ചെയ്യും. അതിൻ്റെ ഒപ്പം ഞാൻ യൂസ് ചെയ്യുന്നതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു നാച്ചുറൽ ലൂഫ. ആൻഡ് ദെൻ ഓൾ ടൈം ഫേവറേറ്റ് എല്ലാം ആൻഡ് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു ബോഡി ലോഷനാണ് യൂസ് ചെയ്യുന്നത്. സൂപ്പർ ബോഡി ലോഷനാണ് കേട്ടോ. ബിക്കോസ് നൈറ്റ് ടൈമിലാവുമ്പോൾ പ്രത്യേകിച്ച് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നതാണ്. കുളിച്ച് വന്ന ഉടനെ തന്നെ ഞാനിത് അപ്ലൈ ചെയ്യും. എന്നിട്ട് സ്കിൻ നന്നായി ഡ്രൈ ആയതിനു ശേഷമാണ് ഞാൻ നൈറ്റ് സൂട്ട് ഇടാറ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പ്രത്യേക ഒരു വിയർഡ് സ്വെറ്റി സ്മെൽ വരും. അപ്പോഴത്തേക്ക് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള റൂട്ടീൻസ് എൻ്റെ കംപ്ലീറ്റ് ആക്കും. എന്നും യൂസ് ചെയ്ത് ഫൈനലി എൻ്റെ റെഡിമെയ്ഡ് ആയിട്ടുള്ള എല്ലാം ഹെയർ സിറംസ് എന്ന് വെച്ചാൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാറുണ്ടായിരുന്നില്ല ഞാൻ ഹെയർ ഗ്രോത്ത് സിറംസ്, അതൊക്കെ എൻ്റെ തീർന്നു. അപ്പം ഞാൻ ബാക്ക് ടു ദ ഓൾഡ് റൂട്ടീൻ. പണ്ട് എനിക്ക് അത്യാവശ്യം നല്ല മുടി ഉണ്ടായിരുന്നപ്പോഴും ഞാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നു ഈ ഒരു റോസ്മേരി സ്പ്രേ. നിങ്ങൾ പണ്ട് മുതലേ എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. കാരണം ഞാൻ ചാനലിൽ ഒരു പ്രാവശ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ രീതിയല്ല, ഇപ്പം ഞാൻ അത്യാവശ്യം വേറെ രീതിയിലാണ് ഈ ഒരു റോസ്മേരി സ്പ്രേ ഉണ്ടാക്കി യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇത് ഒന്നും കൂടെ അത്യാവശ്യം എഫക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഉടനെ കിടന്നുറങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇനി ഉറങ്ങാനായിട്ട് എനിക്ക് അത്യാവശ്യം സമയം ബാക്കിയുണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഞാൻ അഴിച്ചിടും, പക്ഷേ ഇന്ന് അഴിച്ചിടുന്നില്ല. അതിൻ്റെ പകരം ഞാൻ ലൂസായിട്ട് മുടി കെട്ടുകയാണ്. അപ്പോൾ ഉറങ്ങുമ്പോഴത്തേക്ക് എൻ്റെ സ്കാൽപ്പ് നന്നായിട്ട് ഉണങ്ങും. പിന്നെ ഉറങ്ങണമെങ്കിൽ സീൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഹെയർ ഇവിടെ സെറ്റ് ആയി കഴിഞ്ഞു. ഇനി ഞാൻ അപ്ലൈ ചെയ്യും. എന്തൊക്കെ പറഞ്ഞാലും തുറക്കാൻ പറ്റാത്ത ഈ ഒരു ബോഡി മിസ്റ്റിൻ്റെ ക്യാപ്പ് ഭയങ്കര ടൈറ്റ് ആണ് ഗൈസ്. അതുകൊണ്ട് ഇത് ട്രാവൽ ഫ്രണ്ട്ലി ആണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ബട്ട് ഇതിൻ്റെ ഫ്രേഗ്രൻസ് എന്തൊരു പൊളിയാണെന്ന് അറിയാമോ. ഏത് മൂഡിനും സെറ്റ് ആവുന്ന സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ നൈറ്റ് സൂട്ടിലോട്ട് ഇവിടെ മാറുകയാണ്. അപ്പോൾ നൈറ്റ് സൂട്ട് ഇടുന്നതിന് മുമ്പ് ഞാനൊരു അണ്ടറാം ബാം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജിമ്മിന് പോകുന്നതിന് മുമ്പുള്ള അണ്ടറാം ബാം വേറെയാണ് ആൻഡ് നോർമൽ ഡേയ്സിൽ ഞാൻ വേറെയാണ് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ ഷോർട്ട് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ പ്രാർത്ഥിക്കണ സമയമാണ്. വീട്ടിലുള്ള പൂജാ റൂമിൻ്റെ അടുത്ത് മമ്മി ഓൾറെഡി വിളക്കൊക്കെ കത്തിച്ച് ധൂപ്പ് അല്ലെങ്കിൽ ചന്ദനത്തിരി കത്തിച്ചിട്ടുണ്ടാവും. ആൻഡ് ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഞാൻ കത്തിക്കാറുള്ളതാണ് ഈ ഒരു ടെമ്പിൾ ബ്ലൂം. ആൻഡ് നിങ്ങൾ എൻ്റെ ബ്ലോഗ് ചാനൽ ഫോളോ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ ഇരിക്കണ ഈ ഒരു റൂമാണ് എൻ്റെ സ്റ്റുഡിയോ റൂം. പിന്നെ ഈ ഒരു ക്യാൻഡിൽ നെക്സ്റ്റ് ലെവൽ ഫീലാണ് ഗൈസ്. കാരണം ശരിക്കും അമ്പലത്തിൽ പോലും നമ്മൾ പ്രാർത്ഥിക്കണ പോലത്തെ അതേ അമ്പലം വൈബ് തന്നെ നല്ല സൂപ്പർ ഫ്രേഗ്രൻസ് ആണ് ഇതിൻ്റെ. പ്രാർത്ഥനയിൽ ഞാൻ വായിക്കാറുള്ളതാണ് ഭഗവത്ഗീത ആൻഡ് ചൊല്ലാറുള്ളതാണ് വിഷ്ണു സഹസ്രനാമം. പിന്നീട് ഞാൻ വായിക്കും ഹനുമാൻ ചാലിസ. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ सर्वभूतात्मा भूतात्मा कुर्वनपि तथा इंद्रियों को वश में रखता है, वह सबों को प्रिय होता है और सभी लोग उसे प्रिय होते हैं. ऐसा व्यक्ति कर्म करता हुआ भी कभी बदल दिए गए. अतः अर्जुन कुरुक्षेत्र की युद्ध भूमि में युद्ध करता हुआ भी वस्तुतः युद्ध नहीं कर रहा था. वह तो पूर्ण कृष्ण भावनामृत में कृष्ण के आदेश का पालन मात्र कर रहा था. ऐसा व्यक्ति शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं विश्वं विष्णुर्वषट्कारो भूतभव्य भवत् प्रभु भूतभृद्भावो भूतात्मा भूतभावना भूतात्मा परमात्मा च मुक्तानां परमागति अव्यय पुरुष साक्षी क्षेत्रज्ञो यज्ञ यज्ञभुग्यज्ञ साधनं यज्ञादग्रत्यज्ञगुह्यम् अन्नमन्नाद एव च प्रहरणायुध श्री सर्वप्रहरणायुध ओम नमः इति वनमाली गदी शांगी शंगी चक्री च नंदगी श्रीमन्नारायणो विष्णु वासुदेवोऽभिरक्षदुर् ओम नमो भगवते वासुदेवाय बल बुद्धि विद्या देहु मोहि हरहु कलेषु विकार. जय हनुमान ज्ञान गुण सागर जय कपीस वन तनय संकट हरण मंगल मूर्ति रूप राम लखन सीता सहित ഹൃദയ ബസഹു സുൽബു. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരു അൻസറിനുള്ള കുട്ടിയെ. കാരണം മോർണിംഗ് റൂട്ടീൻ്റെ വീഡിയോയിൽ നിങ്ങൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൂണ്ട് വിരലിലല്ല നമ്മുടെ മൂന്നാമത്തെ വിരലിൽ വെച്ചിട്ട് വേണം ജപിക്കാനായിട്ട്. ഇപ്പം കണ്ടിട്ട് പറയിട്ടാ ഞാൻ ചെയ്യണത് ശരിയാണോ എന്നുള്ളത്. ഞാൻ മമ്മിയോട് ഞാൻ പറഞ്ഞപ്പോൾ മമ്മി പറയാം മമ്മിക്ക് ഇത് ഓൾറെഡി അറിയായിരുന്നു എന്നുള്ളത്. എൻ്റെ വിവരക്കേടാണ് പോലും. ഞാൻ വീണ്ടും അവിടെ കരിഞ്ഞു പോയി ഗൈസ്. ഓക്കെ, അപ്പോൾ ഓരോ ദിവസത്തെ ദൈവങ്ങൾ അനുസരിച്ചാണ് ഞാൻ ഓരോ ദിവസം 108 പ്രാവശ്യം മാല ജപിക്കാറ്. ഏതെങ്കിലും ഒരു ദിവസം പോയിട്ട് ഏതെങ്കിലും ഒരു ദിവസത്തിൻ്റെ ഒരു നേരം
നേരം പോലും നാമം ചൊല്ലിയിൽ മമ്മിക്ക് സമാധാനം ഇല്ലാണ്ട് മമ്മി നെട്ടോട്ട് ഉടനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം അത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവണുണ്ട്. കാരണം എനിക്കായാൽ പോലും പ്രാർത്ഥിച്ചില്ലെങ്കിൽ സമാധാനം കിട്ടില്ല ഗൈസ്. പല ശക്തികളും നോക്കും നമ്മൾ പ്രാർത്ഥിക്കരുതെന്നുള്ളത്. പക്ഷെ നമ്മൾ മണ്ടന്മാരാവാൻ പാടില്ല. നമ്മൾ എങ്ങനെയെങ്കിലും 15 മിനിറ്റ് എങ്കിൽ 15 മിനിറ്റ് സമയം കണ്ടെത്താം, പ്രാർത്ഥിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് തലയ്ക്ക് വല്ല വെളിവുണ്ടാവുള്ളൂ. ഇന്നത്തെ ഭാഷണം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി നമുക്ക് വല്ലതും വെട്ടി വിഴുങ്ങാം. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ ഈ മില്ലറ്റ് നൂഡിൽസ് ഉണ്ടാക്കാണ്ട് ഇങ്ങനെ വച്ചേക്കായിരുന്നു. അപ്പോൾ ഈ ഒരു പാക്കറ്റാണ് ഞാൻ സെലക്ട് ചെയ്തേക്കണത്. രാത്രി അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ഇവിടെ ലൈറ്റ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളതേ കഴിക്കാറുള്ളൂ. ഓൾറെഡി ഞാൻ നിങ്ങളോട് വേറെ മില്ലറ്റ് നൂഡിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് വ്ളോഗ് ചാനലിൽ. എങ്ങനെയാണ് എൻ്റെ പ്രൊമോഷൻ? വേഗം പോയി എല്ലാവരും വ്ളോഗ് ചാനൽ ഫോളോ ചെയ്യൂ. അവിടെ അമേസിങ് റോ ആയിട്ടുള്ള എൻ്റെ ഡെയിലി ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സാണ് ഞാൻ അവിടെ ഷെയർ ചെയ്യണേ. ആൻഡ് അത്യാവശ്യം ഫുഡ് ചാലഞ്ചസ് ഞാൻ അവിടെ ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ 5 മിനിറ്റ് വരെ നൂഡിൽസ് പുഴുങ്ങണ നേരം നോക്കി ഞാനിവിടെ വെജിറ്റബിൾസ് കട്ട് ചെയ്യണം. അപ്പോൾ ക്യാപ്സിക്കം ഇങ്ങനെ കട്ടാക്കുമ്പോൾ അതിൻ്റെ തണ്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി പുറത്ത് വരുന്നുള്ള ട്രിക്ക് നിങ്ങൾക്ക് അറിയാമായിരുന്നോ? ലെറ്റ് മി നോ ഇൻ ദ കമന്റ്സ്. അതോ ഞാൻ മാത്രം ഇവിടെ ഒറ്റയ്ക്ക് അഹങ്കരിച്ചോണ്ടിരിക്കുകയാണോ? സോ എല്ലാം ക്യൂബ് ഫോമിലാട്ടെ ഞാൻ കട്ട് ചെയ്യണം. ഞാൻ കുറേ വെജിറ്റബിൾസ് ഇടും ഗൈസ്. എൻ്റെ നൂഡിൽസിൽ സാധാരണ നൂഡിൽസിനെക്കാട്ടും കൂടുതൽ വെജിറ്റബിൾസ് ആണ് കാണാറ്. അങ്ങനെയാണ് ഗൈസ് മമ്മി ഞങ്ങൾ ശീലിപ്പിച്ചത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ആക്ച്വലി കമ്പാരിറ്റീവ്ലി എനിക്ക് വെജിറ്റബിൾസ് കുറവായിരുന്നു. പക്ഷെ ഉള്ളതൊക്കെ ഞാൻ അങ്ങോട്ട് ഇടണുണ്ട് കേട്ടോ. അപ്പോൾ ക്യാബേജ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്. ഷിൻചാന് കണ്ണെടുത്താൽ കണ്ടോട് ഈ ക്യാപ്സിക്കം എന്ന് വെച്ചാൽ ഷിംല മിർച്ച്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ആയിപ്പോയി, സാരില്ല പോട്ടെ. അപ്പോൾ ഞാൻ സവാള ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നൂഡിൽസൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ആൻഡ് പുഴുങ്ങിയതിന് ശേഷം ഞാൻ ഇവിടെ തണുത്ത വെള്ളം വെച്ചിട്ടൊന്ന് കഴുകുന്നുണ്ട്. സോ ദാറ്റ് ഇത്തിരി സെപ്പറേറ്റ് ആയിട്ടിരിക്കും അതിന് വേണ്ടിയിട്ട്. അപ്പോൾ സവാള ഇട്ടു. ആൻഡ് ദെൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എളുപ്പപ്പണിക്ക് അതാണ് ആഡ് ചെയ്ത് കൊടുക്കാറ് ഞാൻ. ആൻഡ് ദെൻ വെജീസൊക്കെ ഇട്ടിട്ട് ഇതിനെ ഭയങ്കരമായിട്ട് ഞാൻ വേവിക്കില്ല കേട്ടോ. കാരണം നൂഡിൽസ് ഇട്ട് ഇളക്കുമ്പോഴൊക്കെ കുറച്ചും കൂടെ വേവണതാണ്. അപ്പോൾ ഞാനൊരു 1 to 2 മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കും, സ്റ്റർ ചെയ്ത് കൊടുക്കും. ആൻഡ് ദെൻ ഞാൻ ഇതിലേക്ക് കുറച്ച് സോസസ് ആഡ് ചെയ്യും. എപ്പോഴും ആഡ് ചെയ്യാറില്ല. ഇതിൻ്റെ കൂടെ കിടന്ന മസാലപ്പൊടി വെച്ചിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണേ. പക്ഷേ കുറച്ച് ദിവസമായിട്ട് എനിക്കൊരു ചൈനീസ് ടേസ്റ്റ് കഴിക്കാൻ കൊതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുറച്ച് സോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം എന്നുള്ളത്. ആൻഡ് ദെൻ നമ്മുടെ കൊമ്പൻ നൂഡിൽസിൻ്റെ ഈ ഒരു കെട്ട് ഞാൻ ഇട്ടിട്ട് നന്നായിട്ട് ഇതിനെ ഇതുപോലെ ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ 2 കയ്യിൽ വെച്ചിട്ടാണ് ഇളക്കാറ്. മമ്മിക്ക് കൂടുതൽ പാത്രം കഴുകാനുള്ള സന്തോഷം കിട്ടാനായിട്ട് മമ്മി ഇത് കേൾക്കണ്ട. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഞാനിതിനെ ഇളക്കി കൊടുക്കും. ആൻഡ് ഇവിടെ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഗുഡ് ടു ഗോ, ഗുഡ് ടു സെർവ്. അപ്പോൾ സെർവ് ഹോട്ട് ആൻഡ് ദെൻ ലെറ്റ്സ് ഈറ്റ് ദിസ് ഹോട്ട്. മൈദയിലെ നൂഡിൽസ് കഴിക്കാൻ കൊതി വരും. പക്ഷേ ഞാൻ കഴിക്കാറില്ല. കാരണം അത് കഴിക്കുന്തോറും എനിക്ക് ആങ്സൈറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം ഇനി എത്ര കൊല്ലമാണ് എടുക്കാൻ പോകുന്നത് ഇത് വയറ്റിന് പോകാനായിട്ട് ഞാൻ ആലോചിക്കും. അതുകൊണ്ട് ഈ ഒരു മില്ലറ്റ് നൂഡിൽസ് തന്നെയാണ് ഞാൻ റെഗുലർലി കഴിക്കാറ്. ഇന്ന് എല്ലാവരും കഴിച്ചോ, ഞാനും കഴിക്കട്ടെ. ഇത് യമ്മി ടേസ്റ്റിയാണ്. ഭയങ്കര ചുയല്ല മൈദ നൂഡിൽസ് പോലെ, പക്ഷേ എന്നാൽ ഒട്ടുമേ ടേസ്റ്റിലും കുറവല്ല. സൂപ്പർ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഒന്നും കൂടെ ഹെൽത്തി ആക്കാനായിട്ട് സോസുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. വീട്ടിലുണ്ടാക്കണ ഹോം മെയ്ഡ് കെച്ചപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ കുടിക്കും ചായ. നിങ്ങൾ വിചാരിക്കും എനിക്ക് തലയ്ക്ക് വെട്ടുള്ളത്, ബട്ട് ഇതാണ് കാമോമൈൽ ടീ, പണക്കാരുടെ ചായ. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇത് കുടിക്കുമ്പോൾ നമുക്ക് നല്ല ഉറക്കം കിട്ടും. ഇത് ഉറക്ക ഗുളികയല്ല. ഇത് വളരെ എന്താ പറയുക റിലാക്സ് ആക്കണ ഒരു പൂ അടങ്ങിയിട്ടുള്ളൊരു ചായയാണ് ഗൈസ്. ഈ ഒരു പൂക്കൾ വെച്ചിട്ടാണ് നമുക്ക് ആ ഒരു റിലാക്സേഷൻ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഗ്രീൻ ടീ പോലെയാണ് ഏകദേശം. പക്ഷേ ഉണ്ടാക്കുന്ന പ്രൊസീജിയർ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് ഇത് വെള്ളത്തിൻ്റെ ഒപ്പം ഇട്ട് നമ്മൾ 5 മിനിറ്റ് വരെ തിളപ്പിച്ചിട്ടാണ് നമ്മളിതിനെ സ്ട്രെയിൻ ചെയ്തിട്ട് കുടിക്കണത് കേട്ടോ. സോ യെസ്, അപ്പോഴാണ് അതിൻ്റെ ഫുൾ ആ ഒരു എന്താ പറയുക എഫക്റ്റ് അതിലേക്ക് ഇറങ്ങുള്ളൂ, ആ ഒരു ടേസ്റ്റ് ഇറങ്ങുള്ളൂ. ഓ മൈ ഗോഡ്, നെക്സ്റ്റ് ലെവൽ ഫീൽ. പഞ്ചാര ഒന്നും ഇട്ട് തന്നെ നശിപ്പിക്കാൻ പോകരുത്. അതിൻ്റെ ഒരു പ്രത്യേക ഒരു എന്താ പറയുക സ്വീറ്റ് ആയിട്ടുള്ള സ്മെല്ലാണ്, ഒരു ടേസ്റ്റ് ഉണ്ട്. ഭയങ്കര സ്വീറ്റ്നെസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഫീൽ ആവും. ഓക്കെ, അപ്പോൾ സത്യം പറഞ്ഞാൽ ബുക്ക് വായിക്കണത് എനിക്ക് അത്രയും ഇഷ്ടമല്ല. പക്ഷേ എങ്ങനെയെങ്കിലും ഞാൻ എന്നെ കൊണ്ട് ബുക്ക് വായിപ്പിക്കുകയാണ്. എന്നെ ഞാനിങ്ങനെ ഫോഴ്സ് ചെയ്യണം ഗൈസ്. സോ ദാറ്റ് ആ ബുക്ക് എന്ന് വെച്ചാൽ വായന ശീലം എനിക്ക് ഉണ്ടായിക്കോട്ടെ. അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം ഇംഗ്ലീഷ് വാക്കുകൾ ഉണ്ടാവും മനുഷ്യന് മനസ്സിലാവാത്ത പോലത്തെ. അപ്പോൾ അതുകൊണ്ട് ഫോൺ ഞാൻ അടുത്ത് തന്നെ വയ്ക്കും. ഗൂഗിളിൽ ഓരോ വേർഡ് മനസ്സിലാവാതെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ മനസ്സിലാക്കിയെടുക്കും. അപ്പോൾ മാക്സിമം പോയ ഒരു അരമണിക്കൂർ, അതിൻ്റെ അപ്പുറം ഞാൻ ബുക്ക് വായിക്കാറില്ല. അപ്പോഴത്തേക്കും ഞാൻ ബോറടിച്ച് ഷിൻചാൻ കണ്ടു തുടങ്ങും. ഉറങ്ങുന്നതിന് മുമ്പ് ഷിൻചാൻ്റെ എപ്പിസോഡ്സ് എനിക്ക് മസ്റ്റായിട്ട് കാണണം. പിന്നെ കിട്ടുന്ന ഉറക്കം നെക്സ്റ്റ് ലെവൽ ഉറക്കമാണ് ഗൈസ്. ആൻഡ് ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ അത്യാവശ്യം ഷിൻചാൻ്റെ പുതിയ എപ്പിസോഡ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സീസൺ കംപ്ലീറ്റ് വീണ്ടും ഞാൻ ആദ്യം മുതൽ തന്നെ തുടങ്ങും. അത് വേറെ കാര്യം. ഷിൻചാൻ്റെ എപ്പിസോഡ്സ് കഴിയുമ്പോൾ അപ്പുറത്ത് ഡോറേമോൻ്റെ പുതിയ എപ്പിസോഡ്സ് വന്നതാണ്. അങ്ങോട്ട് ഇങ്ങോട്ട് സ്വിച്ച് ചെയ്ത് ഏതാണ് ഞാൻ കാണാറാണ്. ഇത് കണ്ടു കഴിയുമ്പോൾ എനിക്ക് ജേർണലൈസിങ് ചെയ്യേണ്ട കാര്യം കൂടെ ഉണ്ടാവാറില്ല. ബിക്കോസ് ഫുൾ ഡേ ഉള്ള സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ എൻ്റെ മാറുന്നതാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ എനിക്ക് ഉറക്കം തൂങ്ങി തുടങ്ങും. ഉറങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ വേഗം എൻ്റെ ടു ഡു ലിസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ വേഗം എഴുതി വയ്ക്കും. കാരണം പിറ്റേ ദിവസം 4 മണിക്ക് എനിക്ക് എണീക്കേണ്ടതാണ്. ആ സമയത്ത് ഞാൻ ബ്ലാങ്ക് ആയിപ്പോവും. അതുകൊണ്ട് വർക്ക് നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് നടക്കാനായിട്ട് ടു ഡു ലിസ്റ്റ് ഒരു മസ്റ്റായിട്ട് എനിക്ക് എഴുതേണ്ട കാര്യമാണ്. ആൻഡ് ഇപ്പോൾ 9 മണി ആകാൻ പോവുകയാണ്. ബിക്കോസ്
രാത്രി 9 മണിക്ക് ഞാൻ കിടന്ന് ഉറങ്ങാറുള്ളതാണ്. അപ്പോഴെനിക്ക് 6 to 7 മണിക്കൂറിൻ്റെ ഉറക്കം കിട്ടണത്. ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഞാൻ ഫ്രഷ് ആവും, എന്നിട്ട് വെള്ളം കുടിക്കും. അപ്പോൾ മമ്മി മല്ലിവെള്ളം തിളപ്പിച്ച് വെക്കാറുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് വെള്ളവും കുടിക്കില്ല, അതും നമ്മളെ സ്ലീപ്പ് സൈക്കിളിനെ നശിപ്പിക്കണതാണ്. വീണ്ടും വീണ്ടും ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഒരു ചെറിയ ഗ്ലാസിൻ്റെ അത്രയും വായിക്ക് കുറച്ച് നനവ് കിട്ടാൻ മാത്രമായിട്ട് ഞാൻ വെള്ളം കുടിക്കും. അപ്പോൾ കുറച്ച് ആശ്വാസം കിട്ടും, ഫുഡ് പൈപ്പ് വരെ ഹൈഡ്രേഷൻ കിട്ടുന്നതാണ്. എന്നിട്ട് സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഈവനിങ് ടു നൈറ്റ് റൂട്ടീൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്ത് ഇതുപോലെ ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടുള്ള റൂട്ടീൻസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ കുറേ കമൻറ്റ്സ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോനെ പോലെ തന്നെ വേഗം തന്നെ ഞാൻ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ചാനലിനെ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽ ബട്ടൺ അമർത്തുക. വ്ളോഗ് ചാനലിനെ ഫോളോ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വെച്ച് നമുക്ക് വേഗം തന്നെ കാണാം. ടേക്ക് കെയർ ആൻഡ് ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പിൾ യു ഓൾ. ബൈ.